ഇനി മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാൻ നിതിൻ അംബുജൻ ചേരുന്നുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട വാർത്തകൾ, പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെ നിതിൻ? ഉന്മേഷ്, മധ്യകേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്ത ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത പക്ഷിപ്പനിയാണ്. ആലപ്പുഴ ജില്ലയിൽ ഏതാണ്ട് 8 പഞ്ചായത്തുകളാണ് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ ഏതാണ്ട് 10 കിലോമീറ്റർ ചുറ്റളവിൽ മുട്ട, മാംസം എന്നിവയുടെ വിൽപ്പന നിരോധിച്ചുകൊണ്ട് തീരുമാനമുണ്ടായിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിനെ തുടർന്ന് ഹോട്ടലുകളടക്കം കർശന പരിശോധന നടത്തി വരികയാണ്. എന്നാൽ ഇന്നിപ്പോൾ ആ ഒരു പരിശോധനയിൽ തുടർന്ന് ചില നിയന്ത്രണങ്ങൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹോട്ടലുകളിൽ നിന്നും ചിക്കൻ വിഭവങ്ങൾ, അതായത് കോഴി വിഭവങ്ങളൊക്കെ തന്നെ വിൽക്കുവാൻ പാടില്ല എന്ന ഒരു നിയന്ത്രണമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ശീതീകരിച്ച കോഴികളും ചിക്കനുകളും ഇത്തരത്തിൽ വിൽക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇന്ന് ആലപ്പുഴ ജില്ലയിൽ ഹോട്ടലുകൾ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. വെജിറ്റേറിയൻ ഹോട്ടലടക്കം ഏതാണ്ട് 1500 ഹോട്ടലുകൾ ഇത്തരത്തിൽ അടച്ചിടുമെന്നാണ് ഇപ്പോൾ ഈ ഹോട്ടൽ ആൻഡ് അസോസിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ശക്തമായ ഒരു നിയന്ത്രണം കൊണ്ടുവന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ വ്യാപാരികളടക്കം വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ കളക്ടറുടെ തീരുമാനം, കളക്ടറുമായി കഴിഞ്ഞ ദിവസം യോഗം ചേർന്നെങ്കിലും ആ തീരുമാനത്തിൽ പിന്നോട്ട് പോകാൻ ഈ വ്യാപാരികൾ പിന്നോട്ട് പോകാൻ തീരുമാനിച്ചില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്ന് സമരവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നാളെയും ഇത്തരത്തിൽ ഈ ഒരു നിയന്ത്രണം കൊണ്ടുവരികയാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളും സമാനമായി തന്നെ ഈ ഹോട്ടലുകൾ അടച്ചിട്ട് സമരം ശക്തമാക്കാനാണ് ഇപ്പോൾ ഈ ഹോട്ടൽ ആൻഡ് അസോസിയേഷന്റെ തീരുമാനം. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിലെ 8 പഞ്ചായത്തുകളാണ് ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ കർശനമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഏതാണ്ട് 25,000-ഓളം കോഴികളെ ഇതിനകം തന്നെ കൊന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ നിലയിൽ തന്നെ നിയന്ത്രണങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചിക്കൻ വിഭവങ്ങൾ, പ്രത്യേകിച്ചും ഈ മാംസങ്ങളൊക്കെ തന്നെ വിൽക്കുന്ന നടപടികൾ അനുവദിക്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹോട്ടലുകൾ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.